വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയാലോ എന്ന് ഓർക്കുന്നു. ചെറിയൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഉണ്ണിയപ്പത്തിന്റെ ഒരു റെസിപ്പി. എല്ലാവരും സാധാരണ ഉണ്ടാക്കുന്നത് തന്നെയാണ്, അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയേ ഉള്ളൂ. വീട്ടിൽ തന്നെ നമുക്ക് എടുക്കാവുന്ന സാധനങ്ങൾ മാത്രം. അതിന് മെയിൻ ആയിട്ട് വേണ്ടത് മൈദ 1 കപ്പ്, പിന്നെ റവ 1 കപ്പ്, പിന്നെ വേണ്ടത് ശർക്കര പാനിയാക്കിയത് അരിച്ചെടുത്തത്, അത് ഒരു 2 കപ്പ് അറ്റ്ലീസ്റ്റ് കണക്കിലാണ് വെച്ചേക്കുന്നത്. ഇച്ചിരി കൂടെ കൂടുതൽ വേണം എടുത്ത് വെക്കുന്നത് എപ്പോഴും നല്ലത്, കാരണം മിക്സ് ചെയ്യുമ്പോൾ അതിന്റെ കൺസിസ്റ്റൻസി ശരിയാക്കാൻ വേണ്ടി, ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ശരിയാക്കാൻ വേണ്ടി നമുക്ക് ഇച്ചിരി കൂടെ എക്സ്ട്രാ ഒഴിക്കണമെങ്കിൽ നോർത്ത് ഇച്ചിരി കൂടുതൽ എടുത്തേക്കുന്നത്. ബാക്കി പിന്നെ കരിയാപ്പില കുഞ്ഞായിട്ട് അരിഞ്ഞത്, തേങ്ങാക്കൊത്ത കുഞ്ഞായിട്ട് അരിഞ്ഞത്, കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ ജീരകം പൊടിച്ചത്, ഉപ്പ് കുറച്ചിടാം, ഒരു നുള്ള് അത്ര മതി, അധികമൊന്നും വേണ്ട, ഉപ്പ് ശകല ആവശ്യത്തിന് ഇടാനുള്ളത്. പിന്നെ പോയിട്ട് ഇത് നമുക്ക് ഒന്ന് ഇത് ചെയ്തെടുക്കാനുണ്ട്, നെയ്ക്കകത്ത് തേങ്ങാക്കൊത്തും, അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കിയായിട്ട് നമുക്ക് കരിയാപ്പിലയും ഉള്ളിയും വഴറ്റി നന്നായിട്ട് മൂപ്പിച്ച് നല്ല വഴറ്റി എടുക്കാനായിട്ടുണ്ട്. ഇത്ര സാധനങ്ങൾ എടുത്തിട്ട് നമുക്ക് പിന്നെ വഴറ്റി എല്ലാം കൂടി എടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അതിന്റെ ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഇതാണ് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഒരു പാൻ എടുത്തിട്ട് ഒരു ശകലം നെയ്യ്, 1 സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത്, അത്ര എടുത്തിട്ട് അതിനകത്തേക്ക് ആദ്യം തേങ്ങാക്കൊത്ത് വഴറ്റാനായിട്ടാണ്. തേങ്ങാക്കൊത്ത് അതിലേക്കിട്ട് തേങ്ങാക്കൊത്ത് വഴറ്റിയെടുക്കുക. തേങ്ങാക്കൊത്ത് അത്യാവശ്യം നന്നായിട്ട്, ഞാൻ ഇപ്പൊ തീ കൂട്ടി ഇട്ടേക്കുന്നത്, പക്ഷെ അത് നമ്മൾ നോക്കിയിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇത്തിരി അങ്ങ് കരിഞ്ഞു പോകാതെയൊക്കെ ആയിട്ട് നോക്കിയിട്ടെടുത്ത് തേങ്ങാക്കൊത്ത് വഴറ്റി. ഇനി ഞാൻ ഉള്ളി വഴറ്റുക. ഉള്ളി നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് ചീൽച്ചതിനകത്തോട്ട് എടുത്തിട്ട് വെക്കണം. നന്നായിട്ട് വഴറ്റി ഇണക്കി കൊടുത്ത് മിക്സ് നല്ലതായിട്ട് മൂത്തിട്ട് നല്ല ഒരു കർമുറ ഫീല് വരത്തില്ലേ, ആ ഒരു ഇതില് നെയ്യ് തന്നെ വഴറ്റി ഇങ്ങനെ നല്ലൊരു ബ്രൗൺ കളർ വന്നു കഴിയുമ്പോൾ അതങ്ങ് മാറ്റും. ഇനി വഴറ്റാനുള്ളത് തന്നെ കരിയാപ്പിലയും കൂടെ ഉള്ളി, കരിയാപ്പിലയും കൂടെ വഴറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ മിക്സിങ് ചെയ്യാം, കുഴപ്പമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇച്ചിരി സമയം കിട്ടുമ്പോൾ. ഇനിയിപ്പോൾ നമുക്ക് പിന്നെ ഇനിയിപ്പോൾ അവധിയൊക്കെ ഉള്ള നേരം നോക്കിയാണ് നമ്മൾ വല്ലതും ഉണ്ടാക്കണേ. അടുത്തതായിട്ട് കരിയാപ്പില ഇട്ട് വഴറ്റുകയാണ്. തേങ്ങാക്കൊത്തും ഉള്ളിയും വഴറ്റി കഴിഞ്ഞു. ഇനിയും കരിയാപ്പില വഴറ്റി പെട്ടെന്നാവുന്നുണ്ട്, എടുത്ത് വെച്ച് നെയ്യൊന്ന് ഇളക്കി കൊടുത്ത് കരിയാപ്പില ഒന്ന് നല്ല കരിയാപ്പിലയുടെ ഒരു സ്മെല്ലൊക്കെ വരുന്നേ. ചെറുതൊന്ന് കളർ ചേഞ്ച്, ഇത്തിരി ബ്രൗൺ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. കരിയാപ്പില നമ്മുടെ സാധനങ്ങളെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മിക്സിങ് ആണ്. മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം നമ്മുടെ മൈദ എടുത്തിട്ട് ഞാൻ ഇതിനകത്തിട്ട് 1 കപ്പ് മൈദ ഇട്ടു. ഇനി അതിൻ്റെ കൂടെ തന്നെ റവയും ഇട്ടു, 1 കപ്പ് റവ, അത് 2 ഇട്ടു. ആദ്യം അത് 2 ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. ഒന്ന് മിക്സ് ചെയ്തിട്ട് പയ്യെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തു. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന്. അധികം പോയാൽ പണി കിട്ടും കേട്ടോ, വേറെ കാര്യം. കുറച്ച് ഉപ്പ്, അത് നമുക്കറിയാലോ, ഒരു ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇച്ചിരി ജീരകം പിന്നെ ഇച്ചിരി ഇട്ടാൽ അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ജീരകത്തിന്റെ, ആ ഫ്ലേവർ നല്ല രസമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജീരകം ശകലം, അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയാൽ മതി. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇച്ചിരി കൂടുതലായിട്ട് വെക്കുന്ന ശകലം. ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യും.
ഇനി ഇതിനകത്തേക്ക് നെയ്യെ ഉള്ളി ഇട്ടു, തേങ്ങാക്കൊത്തിട്ടു, പിന്നെ കരിയാപ്പിലയും ഇട്ടു. എല്ലാം കൂടെ കൂട്ടി അത് നന്നായിട്ടൊന്ന് ഇളക്കി വിടുക, മാവിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആവാനായിട്ട്. മാവ് ഇളക്കി നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സായി. ഇനി നമ്മൾ അതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. ശർക്കരപ്പാനി ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് പോകണം. അതിൻ്റെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് എത്ര ആവശ്യമുണ്ടോ ഇച്ചിരി കൂടെ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. എനിക്ക് ഇച്ചിരി കൂടെ വേണം, അപ്പം ഞാൻ ഇച്ചിരി കൂടെ ഒഴിച്ചു. ഇപ്പോഴും ആയിട്ടില്ല എൻ്റെ ബാറ്റർ കൺസിസ്റ്റൻസി. ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇച്ചിരി കൂടെ ആകാനുണ്ട്. ഞാൻ എന്നോടൊന്ന് ഇളക്കി വരട്ടെ. ഇളക്കി ദോശ ഇഡലി മാവിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടില്ല, ഇച്ചിരി കൂടെ വേണം ശർക്കരപ്പാനി. നമ്മൾ ഇച്ചിരി സ്പെയർ വെച്ചേക്കണം ശർക്കരപ്പാനി, എന്നാലേ നമുക്ക് ആവത്തുള്ളൂ. കാരണം ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊന്ന് തിക്കാവുമല്ലോ. എന്നാലും നമുക്ക് ഇച്ചിരി കൂടെ ലൂസ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഇച്ചിരി കൂടെ എടുത്താൽ നല്ലതായിരിക്കും. ഇച്ചിരി കൂടെ വേണമെന്ന് തോന്നുന്നു, കണ്ടിട്ട് ശകലം കൂടെ വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഇച്ചിരി കൂടെ വേണം, ആയിട്ടില്ല. എൻ്റെ തിക്ക് തന്നെ എപ്പോഴും ഇരിക്കുന്നത്. അടിയിലൊക്കെ ഒന്ന് ഇപ്പോൾ ശരിക്ക് എല്ലാം കൂടെ കൂടി നന്നായിട്ട് മിക്സ് ആകണം. മിക്സ് ആയില്ല, എൻ്റെ ശരിക്കും മിക്സ് ആയിട്ടില്ല, ആയി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം ബാറ്റർ ഒരുവിധം കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇച്ചിരി കൂടെ ശർക്കരപ്പാനി ഒഴിച്ച് ഞാൻ ലൂസ് ചെയ്തു. ഇതാണ് ഒരു കൺസിസ്റ്റൻസി എൻ്റെ. ഇങ്ങനെ നമ്മൾ പൊക്കി ഒഴിക്കുമ്പം ഇഡലിയൊക്കെ നമ്മൾ കോരി ഒഴിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ കോരി ഒഴിക്കാന്നൊരു കൺസിസ്റ്റൻസി ഇഡലി മാവ്. ഇരിക്കുമ്പോൾ ഒരു ശകലം കൂടെ ചിലപ്പോൾ തിക്കാവുമായിരിക്കും, എന്നാലും ഓക്കെയാ. ഇങ്ങനെ കോരി ഒഴിച്ചെടുക്കാവുന്ന പാകത്തിന്. ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി തീ കത്തിച്ച് ഒന്ന് ചെറിയ ചൂടാകണം ചട്ടി. തീ ഞാൻ ഇച്ചിരി ഒന്ന് കുറച്ച് ആദ്യം ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് ഞാൻ പെയ്യെ തീ ഒന്ന് സിമ്മി വെക്കുക. കാരണം എണ്ണ ഇനി ഒഴിക്കണം. ചട്ടി ചെറിയൊന്ന് ചൂടായി വരണം. ചൂടാകാനായിട്ടൊരു 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തു. 2 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ട് പെയ്യെ ഞാൻ എണ്ണ ഒഴിച്ചു വിടുക. നമ്മൾ ഓരോ ഇതിനകത്തും നിറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിട്ടുണ്ട് അത്യാവശ്യം, എല്ലാത്തിനകത്തും നിറച്ച് എണ്ണയായിട്ടുണ്ട്. ഇനി ഞാൻ പെയ്യെ ഉണ്ണിയപ്പം ഇതിനുള്ള മാവ് കുറേശ്ശെ ഓരോന്നിനകത്തോട്ട് ഒഴിക്കുക. പകുതി ഒഴിക്കുക, മുഴുവൻ ഒഴിക്കാതെ പകുതി ഓരോന്നിനകത്ത് ഒഴിച്ചു വിടുക. എന്നിട്ട് ഈ ഓരോന്നിനകത്ത് കെയർഫുള്ളായിട്ടാണ് ഒഴിക്കുന്ന. എണ്ണ ഒരു സ്പൂൺ വെച്ച് ഒഴിച്ചാൽ മതി. ഒരു സ്പൂൺ, എൻ്റെ സ്പൂണിൻ്റെ കണക്കിൽ ഒരു സ്പൂണ്. ചില കുറഞ്ഞാലും കുഴപ്പമില്ല, ഒത്തിരി കൂടരുത്, അത്രേ ഉള്ളൂ. കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ ഓരോന്ന് കെയർഫുൾ ആയിരിക്കണം. കാരണം ഇപ്പൊ തീ ഇച്ചിരി സിം ചെയ്ത്, കാരണം ഇത് ഒഴിക്കുന്ന സമയത്തൊന്ന് സിം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓക്കെ, അത് ഒരു സൈഡ് ആയി വരുമ്പോഴത്തേക്ക് തീ അതൊന്ന് തിരിച്ചിടാനായിട്ട്. ഇതിനി അടുത്ത സൈഡ് പെയ്യെ തിരിച്ചിടുക. ഞാൻ 2 ഫോർക്ക് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിത് വശം ഇങ്ങനെ ചെയ്യാണ്. ഞാനത് 2 ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചിട്ടു. നമുക്ക് എങ്ങനെ വേണം അവനവൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്ത് തിരിച്ചിടുക. എനിക്ക് ഇതാണ് ഇച്ചിരി ഈസി ആയിട്ട് തോന്നിയത്. ഞാൻ 2 ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ മറിച്ചിട്ടു. ഓക്കെ, നല്ലതായിട്ട് തോന്നുന്നു. ഉണ്ണിയപ്പം അത്യാവശ്യം കാണാനൊക്കെ രസം തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടെന്ന്, എന്നിട്ട് കമൻ്റ് അറിയിച്ചാൽ നന്നായിരുന്നു. ഇനി ഈ സൈഡും കൂടെ ഒന്ന് നന്നായിട്ട് കുക്കായി കഴിയുമ്പോഴത്തേക്ക് ഞാനിത് പാത്രത്തിലേക്ക് മാറ്റാനായിട്ടാണ്. ഇതിപ്പം ഉണ്ണിയപ്പം ഏതാണ്ട് നമുക്ക് എടുക്കാവുന്ന സ്റ്റേജിലായിട്ടുണ്ട്.
നമ്മളിവിടെ ഡൽഹി കിട്ടുന്ന ശർക്കരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കരിപ്പെട്ടി ഇടുകയാണെങ്കിൽ ഇച്ചിരി കൂടെ കളർ കിട്ടുമെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഉണ്ണിയപ്പം ഓക്കെയാ, ഇച്ചിരി കൂടെ കളർ ഉണ്ടായാൽ നല്ലതാണെന്ന് എനിക്ക് കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായം. അതർവൈസ് ഉണ്ണിയപ്പം ബാക്കിയും കഴിച്ചു നോക്കിയിട്ട് പറയാം. കണ്ടിട്ട് ഇച്ചിരി കൂടെ കളറ്, കരിപ്പെട്ടിയാണെങ്കിൽ ഇച്ചിരി കൂടെ കളർ കിട്ടുമായിരിക്കും കാണാനായിട്ട്. എന്നിട്ട് ഓക്കെ, നല്ലതാണ് ഉണ്ണിയപ്പം. അങ്ങനെ നമ്മുടെ ഫൈനൽ ഉണ്ണിയപ്പം ആയിട്ടുണ്ട്. ചെയ്തെടുക്കുക, പാത്രത്തിലേക്ക് വലിയ മാറ്റാമെന്ന് ഓർക്കണം. ഒരു സെറ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഞാൻ അടുത്ത സെറ്റ് പെയ്യെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് പെയ്യെ ഉണ്ടാക്കി പെട്ടെന്ന് ഇനി എനിക്കിത് തീർക്കണം. ഉണ്ണിയപ്പം ഉണ്ടാക്കി എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് പിള്ളേരിവിടെ കഴിക്കാൻ റെഡിയായിട്ടിരിപ്പുണ്ട്. അവർക്ക് കൊടുക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കട്ടെ എന്നാ. നമുക്ക് ഈ ഉണ്ണിയപ്പം കഴിച്ച് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്നല്ലേ. നോക്കിയേ കായിക്കുട്ടാ, അമ്മ ഇന്ന് ഉണ്ടാക്കിയ ഉണ്ണിയപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കി കുറച്ച് കയ്യിലെടുത്ത് കഴിച്ച് നോക്കിയേ കുട്ടാ. ഷാൾട്ട് ഇഷ്ടം എടുത്തു കഴിച്ചു നോക്കിയ ഉണ്ണിയപ്പം. കായി ഇങ്ങോട്ട് നോക്കി. ഷാൾട്ടാ നല്ലാണോ? കഴിച്ചു നോക്ക്. നല്ലാണോ? സോഫ്റ്റ് ആണ്. ചൂടാ അല്ലേ കുട്ടാ? സാറല്ലേ, പെയ്യെ ചൂടാ പെയ്യെ കഴിക്കുക കേട്ടോ. പെയ്യെ കഴിച്ചാൽ മതി. ഉണ്ണിയപ്പം സോഫ്റ്റ് ആണ്, കറക്റ്റ് മധുരം, ഒത്തിരി മധുരം കൂടുതലുമില്ല, ഒരു വെറൈറ്റി ടേസ്റ്റാ. സാധാരണ നമ്മള് കഴിക്കുന്ന ഉണ്ണിയപ്പത്തിന്റെ വ്യത്യാസം ഉണ്ടല്ലേ? അതാണ് പരീക്ഷണമല്ലേ നമ്മുടെ ഇത്. നോക്ക്, ഇത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു വെറൈറ്റി ആണ് ഉണ്ണിയപ്പം. ചൂടാ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് കമന്റ് ഇട്ടാൽ അറിയാൻ പറ്റും. നല്ലല്ലേ? ഓക്കെ, നല്ല കഴിച്ചു. ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കണം. ഉണ്ടാക്കിയ ആളൊരെണ്ണം കഴിച്ചു നോക്കണം. അല്ലേ അങ്ങനെ ഉണ്ടാകും. ചൂടാ, നല്ല ചൂടാ. എനിക്കിഷ്ടമായി. നല്ല ക്രിസ്പിയാ, നല്ലതാണ്, നല്ല ടേസ്റ്റ്. ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയതാ. ഓക്കെ, എല്ലാരും ഒന്ന് ട്രൈ ചെയ്യാം. അടുത്ത ഒരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത് നോക്കാം. എന്തെങ്കിലും പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത് ഇറങ്ങാമോ നോക്കട്ടെ.